Welcome to the channel Learn with Danish. Subscribe and hit the bell icon. Hello all, welcome to yet another video of Learn with Danish. In this video we would be starting off with the common course called Writing for Professional Success and Academic Writing, which is prescribed for all the UG graduation students of Calicut University. I would be basically focusing on the textual matter as such. So we'll start off with the first module, first unit, that is Introduction to Academic Writing. And what are the learning objectives of this particular unit? The first learning objective is to understand the study skills expected of college students. Right? You need to understand the study skills that is expected from a college student. അതായത് ഒരു കോളേജ് വിദ്യാർത്ഥി എന്തൊക്കെ സ്റ്റഡി സ്കിൽസ് അക്വയർ ചെയ്യണം എന്നുള്ളത് ഈ യൂണിറ്റിലൂടെ, ഈ അക്കാഡമിക് റൈറ്റിംഗ് എന്ന വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐഡൻറ്റിഫൈ ദ ഡിഫറൻസ് ഇൻ റൈറ്റിംഗ് റിക്വയർമെൻറ്റ്സ് ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ്. റൈറ്റ്. ഇപ്പോൾ ഡിഫറൻസസ് ഇൻ റൈറ്റിംഗ്, നമ്മൾ സ്കൂൾ ലെവലിൽ ഉള്ള റൈറ്റിങ്ങും കോളേജ് ലെവലിലുള്ള റൈറ്റിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് എന്താണെന്നുള്ളത് ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റെക്കഗ്നൈസ് ദ പ്രീ റെക്വിസിറ്റ് ഫോർ ലേണിംഗ് അക്കാഡമിക് റൈറ്റിംഗ്. ഒരു അക്കാഡമിക് റൈറ്റിംഗ് ചെയ്യുമ്പോൾ, നമ്മൾ അക്കാഡമിക് റൈറ്റിങ്ങിലേക്ക് വന്നിട്ടില്ല, അക്കാഡമിക് റൈറ്റിംഗ് എന്ന ഒരു വിഷയം നമ്മൾ നേരിടുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രീ റെക്വിസിറ്റ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം, മുൻകൂട്ടി തയ്യാറെടുപ്പ് നടത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലിങ്ങും ഈ പാഠത്തിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ പറ്റും. Is that clear? So these are the learning objectives related to our first unit. So let's start off with some questions. These are the questions that is there in your textbook. Right. The first question is, why do we change our usual conversation style of speaking to a formal style while speaking in a meeting? Right. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത്, എങ്ങനെയാണോ സംസാരിക്കുന്നത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മീറ്റിങ്ങുകളൊക്കെ സംസാരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള രീതി എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഒരു കുറച്ചും കൂടിയും ഒരു ഫോർമൽ വേ ഓഫ് റെപ്രസെൻറ്റേഷനാണ് നടക്കുന്നത്. റൈറ്റ്. The second question, is it a good idea to revise your first draft when you write a serious letter or report or assignment? നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതുന്ന കുട്ടികളാണ്. അപ്പം നിങ്ങൾ ഒരു തവണ എഴുതിയ അസൈൻമെൻറ്റ് നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങളുടെ മനസ്സിലുണ്ടാവാറുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. റൈറ്റ്. Is there any kind of thing that goes on to your mind where you need to revise your draft? You need to answer these questions. The third question is, while attempting essay or paragraph questions in your exam, do you use a set pattern of writing? അപ്പോൾ നിങ്ങളൊരു എസ്സേ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസമാണെങ്കിലും ശരി, നിങ്ങൾ കോളേജ് വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇൻറ്റേർണൽ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളെന്താണ് ആ ഒരു സെറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എസ്സേക്ക് ഒരു 5 പാരഗ്രാഫ് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ? പാരഗ്രാഫിന് എങ്ങനെയാണ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത്? അങ്ങനെ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. The last ചോദ്യം, what makes a written work informal? അപ്പോൾ ഒരു റിട്ടൺ വർക്ക് ഫോർമലാണ് ഇൻഫോർമലാണെന്നുള്ള വേർതിരിവ് നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്നുള്ളത്, അതൊരു അവസാനത്തെ ചോദ്യം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയാണ്. നമ്മൾ ഏകദേശം പടിൻ്റെ പകുതിയോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പകുതിയോളം നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. Right. So these are the questions that we need to ask from the start of this particular unit. Now, the question, what kind of writing is demanded in tertiary education? അപ്പം നിങ്ങൾ ടേർഷ്യറി എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് ആദ്യം അറിയണം. ടേർഷ്യറി എഡ്യൂക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോളേജ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം, അതായത് നിങ്ങൾ സെക്കൻഡറി എഡ്യൂക്കേഷന് ശേഷം വരുന്ന സാധനമാണ് ടേർഷ്യറി എഡ്യൂക്കേഷൻ.
what are the basic, what kind of writing is demanded there? ആ ഒരു tertiary education എൻ്റർ ചെയ്യുമ്പോൾ എന്ത് തരത്തിലുള്ള റൈറ്റിംഗ് ആണ് ഒരു കുട്ടീൻ്റെ മേലെ ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടി tertiary education എത്തിയ എന്ത് റൈറ്റിംഗ് ആണ് ചെയ്യേണ്ടത്? We demand an academic kind of writing, and it aims at giving you advanced level of knowledge of one's discipline. എന്തിനുണ്ട് അക്കാഡമിക് റൈറ്റിംഗ്? എന്തുകൊണ്ട് നമ്മൾ ഒരു പ്രത്യേകതരം റൈറ്റിങ്ങിലേക്ക് നീങ്ങുന്നു കോളേജ് എഡ്യൂക്കേഷൻ വരുമ്പോൾ? എന്താണ് ഒന്നാമത്തെ കാരണം? ഇറ്റ് ഗിവ്സ് യു ആൻ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് നോളജ് ഓഫ് വൺസ് ഡിസിപ്ലിൻ. നിങ്ങൾ ഏതാണോ വിഷയം ചൂസ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് നോളജ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു വേറെ തന്നെ രീതിയിലുള്ള റൈറ്റിംഗ്, അക്കാഡമിക് റൈറ്റിംഗിലേക്ക് പോകുന്നത്. The second point is it prepares one for his or her career. Why we are doing higher education, why we are pursuing degree, why you are pursuing PG programs, it is to get a good career in your life, right? So it gives you a chance, it prepares one for his or her career. ഒരു കരിയറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു പ്രീ റെക്വിസിറ്റ് ഉണ്ടല്ലോ, റിക്വയർമെൻ്റ് ഉണ്ടല്ലോ, അതിനുള്ള ഒരു പ്രിപ്പയർഡ്നെസ് നമ്മൾ ഈ അക്കാഡമിക് റൈറ്റിങ്ങിലൂടെ തരുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, സ്റ്റഡി ദ സബ്ജക്റ്റ് ഡീപ്ലി. നിങ്ങൾ ഏതാണോ വിഷയം പഠിക്കുന്നത് അത് കുറച്ചും കൂടി കൂടുതൽ ആഘാതത്തിൽ, കുറച്ചും കൂടി കൂടുതൽ ഡെപ്തിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ടു എക്വിപ്പ് യു ഫോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ടു ബ്രിഡ്ജ് ദ സ്കിൽ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് കോളേജ്, ഫോർമൽ റൈറ്റിംഗ് ഈസ് നെസസറി. അപ്പോൾ ഒരു ഫോർമൽ റൈറ്റിംഗ് ഈ ഒരു 3 കാരണങ്ങൾ കൊണ്ട് വളരെ നെസസറി ആണ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. Now, what is a formal writing? What do you mean by formal writing? Formal writing includes writing essays, reports, project proposals, research papers, and all these demand formal റൈറ്റിംഗ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ലിസ്റ്റ് ഇത് വളരെ കുറച്ച് ലിസ്റ്റാണ്. ഓക്കെ, എസ്സേസ് ആണെങ്കിൽ, റിപ്പോർട്ട്സ് എഴുതുന്നത്, പ്രൊജക്ട് പ്രപ്പോസൽ എഴുതുന്നത്, റിസർച്ച് പേപ്പേഴ്സ് എഴുതുന്നത്, അതൊക്കെ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? എന്താണ്? ഒരു ഫോർമൽ രീതിയിലുള്ള എഴുത്താണ്. റൈറ്റ്, ദീസ് സ്കിൽസ് എൻഹാൻസ് ദി എംപ്ലോയബിലിറ്റി ഓഫ് ദി ഗ്രാജുവേറ്റ്സ്. അപ്പോൾ ഒരു ഫോർമൽ റൈറ്റിംഗ് സ്കിൽ ഒരു കുട്ടിക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് കുട്ടികൾക്ക് കരിയർ വൈസ് അല്ലെങ്കിൽ അവരുടെ ജോബ് വൈസിൽ കുറച്ചും കൂടി എംപ്ലോയബിലിറ്റി കൂട്ടുമെന്നാണ് പറയുന്നത്. It plays a main role in students' acquisition of disciplinary knowledge and help them in demonstrating their attainments. അപ്പോൾ അവരെന്താണോ പഠിച്ചിരിക്കുന്നത് അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഫോർമൽ റൈറ്റിംഗ് തരുമെന്നാണ് പറയുന്നത്. റൈറ്റ്, നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ നോളജ്, ആ സബ്ജക്റ്റ് റിലേറ്റഡ് നോളജ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. അതെങ്ങനെയാണ് എക്സിബിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഫോർമൽ റൈറ്റിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. Academic writing can be mastered by students who are ready to engage in regular and deliberate practice. അപ്പം ഒരു റെഗുലർ ഒരു പ്യുവർ അക്കാഡമീഷ്യൻ്റെ റെഗുലർ പ്രാക്ടീസിലേക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് അക്കാഡമിക് റൈറ്റിംഗ് വളരെയേറെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. Now, why academic writing? എന്തുകൊണ്ട് ഞങ്ങൾ അക്കാഡമിക് റൈറ്റിംഗ് പ്രോത്സാഹിപ്പിക്കണം? It is the broad aim of college education. It is to provide employability to graduates who are knowledgeable in their disciplines and capable of thinking critically and making informed decisions or judgments. അപ്പം ഒരു കോളേജ് എഡ്യൂക്കേഷൻ സംബന്ധിച്ചിടത്തോളം എയിം എന്താണ്? ടു പ്രൊവൈഡ് എംപ്ലോയബിലിറ്റി ടു ഗ്രാജുവേറ്റ്സ്. എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, ഗ്രാജുവേറ്റ്സിന് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ വിഷയം സംബന്ധമായിട്ട് ഭയങ്കരമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. നോളജ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഭയങ്കര റീഡിങ്ങും ഭയങ്കര റിസർച്ച് ഓറിയൻറ്റഡ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ആ കുട്ടീൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ആ നോളജ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, കണ്ടന്റ് നോളജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ആ കണ്ടന്റ് നോളജ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ കുട്ടി പ്രാപ്തരായിരിക്കണം. അപ്പം അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്സ്, അല്ലെങ്കിൽ വെൻ ഹി ക്യാൻ ടേക്ക് ഡിസിഷൻസ് ഓൺ എനി കൈൻഡ് ഓഫ് ഇഷ്യൂസ് ദാറ്റ് ഈസ് ഫേസ്ഡ് ബൈ ഹിം ഇൻ a particular situation. That is the basic aim of college education. അപ്പോൾ ഇതൊക്കെ എന്താണ് അക്കാഡമിക് റൈറ്റിംഗ് സംബന്ധമായിട്ടുള്ള ഇതിൽ ലിങ്ക്ഡ് ആണെന്നാണ് പറയുന്നത്.
Right. Such graduates will be able to design and conduct serious studies and research. ഇപ്പോൾ ഒരു അക്കാഡമിക് റൈറ്റിംഗ് അറിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അക്കാഡമിക് റൈറ്റിംഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് അക്കാഡമിക് റൈറ്റിംഗ് എഴുതേണ്ടതെന്നുള്ളത് അറിഞ്ഞിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് എന്താണ് ഡിസൈൻ ചെയ്യാൻ പറ്റും, എന്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും, ആൻഡ് കണ്ടക്ട് സീരിയസ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഇൻ ദെയർ ഡിസിപ്ലിൻ. അവർ പഠിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ റിസർച്ചും കൂടുതൽ പഠനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് വുഡ് ക്രിട്ടിക്കലി റിഫ്ലക്റ്റ് ഓൺ ദെയർ ലേണിംഗ് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് യൂസിങ് ദ സ്കിൽ ഓഫ് റൈറ്റിംഗ്. അപ്പോൾ അതിലൂടെ എന്താണ് അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് കേപ്പബിലിറ്റി കുറച്ചുകൂടി കൂടുതൽ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. Now, why academic writing again? This form of writing, the academic form of writing, will help you to think independently, build research skills, and prepare for certain professional practices like problem solving, case study, and preparing proposals. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഭാവിയിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്? യു ഷുഡ് ബി ഏബിൾ ടു സോൾവ് പ്രോബ്ലംസ്. നിങ്ങളൊരു സിറ്റുവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. യു ഷുഡ് ബി ഏബിൾ ടു കണ്ടക്ട് കേസ് സ്റ്റഡീസ്. ഏതെങ്കിലും ഒരു കേസ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാൻ പ്രാപ്തരായിരിക്കണം. യു ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ഓർഡർ ടു പ്രിപ്പയർ പ്രപ്പോസൽസ്. പല പ്രപ്പോസൽസ്, കമ്പനി പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ത്രൂ അക്കാഡമിക് റൈറ്റിംഗ്, ബൈ മാസ്റ്ററിങ് യുവർ സെൽഫ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. അതിലൂടെ എന്താണ്, യു തിങ്ക് ഇൻഡിപെൻഡൻ്റ്ലി ഇൻ ദ സെൻസ് യു നീഡൻറ്റ് ഗോ ഇൻ ഫോർ അതേഴ്സ് ഹെൽപ്പ്. മറ്റുള്ളവരുടെ ഹെൽപ്പിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് യു ഇൻ റിസർച്ച് സ്കിൽസ്, ബിൽഡിംഗ് റിസർച്ച് സ്കിൽസ്. നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ തേടിപ്പോയി അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വരും എന്നാണ് പറയുന്നത്. പ്രിപ്പയർ ഫോർ സർട്ടൻ പ്രൊഫഷണൽ പ്രാക്ടീസസ്. It is a preparation for certain professional practices like writing reports, writing proposals, problem solving, case studies, അങ്ങനത്തെ കുറേ പ്രൊഫഷണൽ പ്രാക്ടീസസിന് ഇത് ഉപകാരപ്പെടുന്നതാണ് പറയുന്നത്. Writing is a skill that is treated like swimming or cycling. Writing skills can be brought to a presentable academic standard only by consistent or deliberate practice. The more you practice, the better the writer you become. അപ്പോൾ സ്വിമ്മിങ്ങും സൈക്ലിങ്ങും പോലെയാണ്. അത് പോസ്റ്റൽ സർവീസ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടത്? അക്കാഡമിക് റൈറ്റിംഗ് നമ്മൾ എഴുതിക്കൊണ്ട് തന്നെയാണ് പഠിക്കേണ്ടത്. നമ്മൾ എത്രത്തോളം എഴുതുന്നോ അത്രത്തോളം നമുക്ക് എന്താണ് അക്കാഡമിക് റൈറ്റിംഗിൽ പ്രാപ്തി നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നൗ ഹൗ ഡു വി സ്റ്റാർട്ട്, ഹൗ ഡു വി ഗെറ്റ് റെഡി ഫോർ അക്കാഡമിക് റൈറ്റിംഗ്? എങ്ങനെയാണ് അക്കാഡമിക് റൈറ്റിംഗ് തുടങ്ങേണ്ടത്? First thing and the most important thing is start with free writing. Now free writing എന്ന് വെച്ചാൽ എന്താണ്? ആ വാക്കിൽ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥമുണ്ട്. Write without worrying about errors, logical orders or correctness. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു മലയാളി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേ നോളജ് ഉണ്ട്, അവർക്ക് കുറേ വൊക്കാബുലറി ഉണ്ട്. Right, but the problem is that they are always aware about whether they are committing mistakes, whether they are committing errors. ഇപ്പം ഞാൻ എഴുതുന്നത് ശരിയാണോ, ഞാൻ എഴുതുന്നത് തെറ്റാണോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഒരു മലയാളി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ജനറലൈസ് ചെയ്യുന്നില്ല, ഞാൻ പൊതുവേ കാണുന്ന ഒരു സ്വഭാവം അങ്ങനെയാണ്. നേരെ മറിച്ച് നിങ്ങൾ നോർത്തേൺ ഇന്ത്യയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു വൊക്കാബുലറി ഉണ്ടാവില്ല, അവർക്ക് ചിലപ്പം സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയാനുണ്ടാവില്ല. പക്ഷേ എന്നാൽ പോലും അവർ ട്രൈ ചെയ്തിട്ട് അവരെന്താണ് സംസാരിക്കും, അവർ എഴുതാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു എഴുത്ത് അക്കാഡമിക് റൈറ്റിംഗ് തുടങ്ങുമ്പോൾ നമ്മൾക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് ഫ്രീലി വിത്തൗട്ട് എനി ഇൻഹിബിഷൻസ് ഇൻ യുവർ മൈൻഡ്. റൈറ്റ്, so there should not be any pressure on the individual who is writing. അങ്ങനത്തെ ഒരു പ്രഷർ ഉണ്ടായിരിക്കരുത്. അതായത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ തെറ്റുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ ഒരു ടെൻഷൻ ബേസ്ഡ് റൈറ്റിംഗ് ആവരുത് എന്നാണ് പറയുന്നത്. റൈറ്റ്, കീപ്പ് എ ജേർണൽ. ദ ബെസ്റ്റ് വേ ടു അവോയ്ഡ് ഓൾ ദീസ് ഈസ് കീപ്പ് എ ജേർണൽ. നിങ്ങൾക്കൊരു പേഴ്സണൽ ജേർണൽ കീപ്പ് ചെയ്യുക.
റൈറ്റ് എവറിത്തിങ്, റൈറ്റ് 1 page ഡെയിലി. ഒരു പേജ് ഒരു ദിവസം എഴുതാൻ ശ്രമിക്കുക. ഞാൻ സാധാരണ എൻ്റെ കുട്ടികളോട് റൈറ്റ് ഫ്രം day 1 ഞാൻ പറയാറുള്ളത് അവരൊരു ജേർണൽ കീപ്പ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർ ഒരു റീഡിങ് റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു തവണ വായിച്ചിട്ടുള്ള കാര്യം നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ നിങ്ങൾ തന്നെ എഴുതാൻ ശ്രമിക്കുക. റൈറ്റ്. അപ്പോൾ പേഴ്സണൽ ജേർണൽസ് ഹെൽപ്പ് യു എ ലോട്ട് in the way you write what you have experienced, or way you write what you have seen, or what you have read, or what you have listened to. Right. So this is a very important thing. It can be personal or professional or public. Right. So whatever you see, you write it down. Right. നിങ്ങൾ എന്താണ് കാണുന്നത്, നിങ്ങളിപ്പോൾ TV പ്രോഗ്രാം കാണുന്നു, അത് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ പേഴ്സണൽ റൈറ്റിംഗ് ജേർണൽസ്, പേഴ്സണൽ ജേർണൽസിൽ പല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളൊക്കെ അവർ പേഴ്സണൽ ജേർണൽ റൈറ്റിംഗ് തുടർന്നുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു. ഫോർ എക്സാമ്പിൾ അബ്രഹാം ലിങ്കൺ ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രഗത്ഭരായിട്ടുള്ള, നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാരുടെ പേരുകൾ കാണാം. റൈറ്റ്. ഓൾ ദീസ് ഫേമസ് പേഴ്സണാലിറ്റീസ് ഹാഡ് spent their considerable amount on writing പേഴ്സണൽ ജേർണൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ സ്വന്തം ഡയറി റൈറ്റിംഗ് എന്ന് പറയില്ല, ഡയറി എഴുതുക എന്നുള്ളത്. Right. So getting ready again, what are the other points that we need to look at? Develop research skills. You need to develop research skill. Do a very good literature review. നിങ്ങൾ എന്ത് വിഷയം എടുക്കുകയാണെങ്കിലും ലിറ്ററേച്ചർ റിവ്യൂ. Now what is literature review? ലിറ്ററേച്ചർ റിവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കിൽ മറ്റുള്ളവർ അതേ തരത്തിലുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെ തരത്തിൽ ഫൈൻഡിങ്സ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് യു ആർ ദി ഓൺലി വൺ ഹു ഈസ് ടേക്കിംഗ് ദാറ്റ് ടോപ്പിക്. ഓക്കെ, സപ്പോസ് ഞാൻ ഷേക്സ്പിയറിനെ കുറിച്ച് പഠനം നടത്താനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഷേക്സ്പിയറിനെ കുറിച്ച് ഞാൻ എന്താണോ പഠനം, അതേപോലെ തന്നെ മറ്റുള്ളവർ അതേ ടോപ്പിക്ക് അടിസ്ഥാനമാക്കിയിട്ട് കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ വിചാരിച്ചാൽ സ്റ്റുഡൻറ്റ് എന്താ ചെയ്യേണ്ടത്, ഞാൻ മറ്റുള്ളവർ എന്താണ് ഷേക്സ്പിയറിനെ കുറിച്ച് എൻ്റെ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലിംഗ്, അതായത് ഫൈൻഡിങ്സ്, അതിൻ്റെ ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ വായിച്ചിരിക്കണം. അതാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. റൈറ്റ്. യു നീഡ് ടു റിവ്യൂ ദ ലിറ്ററേച്ചർ ദാറ്റ് ഈസ് ദെയർ. Right. So whatever topic that you have taken, you need to review that literature. അതെങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നത്? ത്രൂ എക്സ്റ്റെൻസീവ് റീഡിങ് വേണം. ഒരു റിസർച്ച് പേപ്പർ എഴുതണമെങ്കിൽ, ഒരു ആർട്ടിക്കിൾ എഴുതണമെങ്കിൽ. അപ്പം എഴുത്തിലൂടെ തന്നെ നമ്മളെന്ത് ഡെവലപ്പ് ചെയ്യണം? റീഡിങ് സ്കില്ലും ഡെവലപ്പ് ചെയ്യണം. റീഡിങ് സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ പോയിന്റിലൂടെ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. ദെയർ ഷുഡ് ബി ആൻ ഓപ്പൺ മൈൻഡഡ്നെസ് ഓൺ വാട്ട് എവർ യു റീഡ്. നിങ്ങൾ എന്താണോ വായിക്കുന്നത് അത് ഓപ്പൺ മൈൻഡഡ്നെസ്, അതായത് പക്ഷപാതം പാടില്ല. Right. Whenever you are reading a thing, you needn't be subjective. You should be objective in interpretation. Objectivity is essential in reading for academic writing. Right. Understanding the findings and opinions of others on the specific topic will help you formulate more appropriate response. അപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ്, ഈ വിഷയത്തിൽ എന്താണ് ചെയ്യാത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമ്മൾക്ക് കിട്ടും. റൈറ്റ്. So we can understand what is not being researched on when you understand and read others' works related to that specific topic. I hope that you are all getting the points that I am saying. Now let's just get into the next slide. The other point that you need to focus on is, while getting ready to write academic writing, is critical thinking. Now what is critical thinking? So we need to think clearly and logically in order to write something. നമ്മൾ ഒരു കാര്യം എഴുതുമ്പോൾ അവിടെ ക്ലാരിറ്റി പ്രാധാന്യമുള്ളതാണ്. റൈറ്റ്. ലോജിക്കൽ ആയിരിക്കണം. ലോജിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തുടക്കം അതുണ്ടാവണം, ഒടുക്കം ഉണ്ടാവണം. Right. There should be a start and there should be an end, and it should be arranged in a logical sequence. Right. Critical thinking is a process of inspecting something closely and reflecting
ഓൺ ഇറ്റ്. അപ്പം നമ്മളൊരു കാര്യം എന്താണ് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം വായിച്ചു, ആ വായിച്ചതിനെ കുറിച്ച് നമ്മൾക്ക് എന്താണ് നമ്മളുടെ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇഫ് യു തിങ്ക് ക്രിട്ടിക്കലി യു വിൽ നോട്ട് ബി ഈസിലി swayed by false reports or judgments. There will not be any biases in your thoughts. അപ്പോൾ swayed എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ you will not be wrong, you will not be deviated, right? ഒരു ഡീവിയേഷൻ നിങ്ങളുടെ ഇതിലുണ്ടാവില്ല, നിങ്ങളുടെ ചിന്തയിലുണ്ടാവില്ല, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്താണ് ഫാൾസ് റിപ്പോർട്ട്സ് ഒന്നും നമ്മൾക്ക് എന്താണ് യേശൂല എന്നാണ് പറയുന്നത്. ഫാൾസ് റിപ്പോർട്ട്സിന് നിങ്ങൾക്ക് യേശൂല. നിങ്ങൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് കാര്യം വായിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അത് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് മറ്റ് എക്സ്റ്റേണൽ ഫേക്ക് കാര്യങ്ങളൊന്നും അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്, റൈറ്റ്? യു വിൽ ഓൾസോ ബി ഏബിൾ ടു ഈസിലി ഫൈൻഡ് ഔട്ട് ദ ഹിഡൻ അജൻഡാസ്, മാനിപ്പുലേഷൻസ് ആൻഡ് ഹാഫ് ട്രൂത്ത് ഇൻ എവറിത്തിങ് ദാറ്റ് യു കം അക്രോസ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഈസ് റിയലി നെസസറി ഫോർ ഡെവലപ്പിംഗ് അക്കാഡമിക് റൈറ്റിംഗ് സ്കിൽസ്. അപ്പോൾ ഒരു അക്കാഡമിക് റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഡെവലപ്പ് ചെയ്യണം. ഇനി അടുത്ത ഡെവലപ്പ് എന്താണ് ചെയ്യുന്നത്? റിസർച്ച് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് റിസർച്ച് സ്കിൽസ്, റൈറ്റ്? എനി സീരിയസ് എൻക്വയറി ക്യാൻ ബി റെഫേർഡ് ടു ആസ് റിസർച്ച്. അപ്പോൾ റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡെഫിനേഷൻ എന്താണെന്ന് ചോദിക്കാം. വാട്ട് ഈസ് റിസർച്ച് എന്ന് ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. എനി സീരിയസ് എൻക്വയറി ക്യാൻ ബി റെഫേർഡ് ടു ആസ് റിസർച്ച്. അപ്പോൾ ഒരു സീരിയസ് ആയിട്ട് നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നു, അതാണ് റിസർച്ച് എന്ന് വെച്ചാൽ, റൈറ്റ്? ഇറ്റ് ഇൻവോൾവ്സ് സെർച്ചിങ് സോഴ്സസ് ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ്. അപ്പം നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സോഴ്സസ് അന്വേഷിച്ചിട്ട് പോയി അതിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ജോലി, റൈറ്റ്? ഫങ്ഷൻ. എക്സാമ്പിൾ, അപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? ഇഫ് യു പ്ലാൻ ടു വിസിറ്റ് എ പ്ലേസ്. അപ്പം നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അവിടെ ഏതൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കും. അവിടെ എന്താണ് റേറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കും. അവിടുത്തെ ഫുഡ് കൾച്ചറിനെ കുറിച്ച് പഠിച്ചേക്കാം. അപ്പോൾ കുറേ പഠനങ്ങൾ നടത്തിയതിന് ശേഷമായിരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ചില ആൾക്കാർ പറയും ഒരു ട്രിപ്പ് പോകുമ്പം ബാക്ക് പാക്ക് എടുത്തിട്ട് അതേപിടി ഇറങ്ങുക എന്നുള്ളത്. പക്ഷെ അത് ഇറങ്ങുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും, റൈറ്റ്? യു ഡു റിസർച്ച് ഓൺ വേരിയസ് തിങ് ബിഫോർ യു സ്റ്റാർട്ട് ഓഫ് യുവർ ജേർണി. അപ്പം നിങ്ങളൊരു കാറ് വാങ്ങുമ്പോഴും അത് തന്നെയാണ് സ്ഥിതി. കാറ് വാങ്ങുമ്പോഴും നിങ്ങൾ എന്താണ് ആ കാറിനെ കുറിച്ച് കംപ്ലീറ്റ് റിസർച്ച് നടത്തിയിട്ടേ നിങ്ങളൊരു കാറ് മേടിക്കുകയുള്ളൂ. അപ്പോൾ റിസർച്ച് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി ഫോർ ഗെയിനിങ് ആൻ ഇൻ-ഡെപ്ത് നോളജ് ഇൻ എ പർട്ടിക്കുലർ ടോപ്പിക്. Developing research skill will help you to find out and make use of the sources of information. അപ്പം നിങ്ങളൊക്കെ എന്തൊക്കെയാ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം നിങ്ങൾ റിസർച്ച് സ്കില്ലിലൂടെ നേടാൻ സാധിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. And the next part is learn the language of your discipline. എല്ലാ ഡിസിപ്ലിനും അതിൻ്റെതായിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ട്, റൈറ്റ്? When you are studying English, there are languages associated with critical theories in English, right? അപ്പോൾ critical theories in Englishൽ ലാംഗ്വേജ് വേറെ തന്നെ ലാംഗ്വേജസ് ടെർമിനോളജീസ് ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ഡോക്ടർ പഠിക്കുമ്പോൾ ഡോക്ടേഴ്സിന് അവരുടെ ടെർമിനോളജീസ് ഉണ്ടാകും, വക്കീലന്മാർക്ക് അവരുടെ ടെർമിനോളജീസ് ഉണ്ടാകും, അവരുടെ ജാർഗൺസ് ഉണ്ടാകും. അപ്പോൾ ആ ലാംഗ്വേജ് എന്താണോ നിങ്ങളുടെ ഡിസിപ്ലിൻ്റെ, എന്താണോ നിങ്ങളുടെ സബ്ജക്റ്റുടെ ലാംഗ്വേജ്, അതറിഞ്ഞ് അക്കാഡമിക് റൈറ്റിംഗ് സ്കിൽസ് വിൽ പ്രിപ്പയർ യു ഫോർ ഓൾ ദി റൈറ്റിംഗ് റിക്വയർമെൻറ്റ് ഓഫ് യുവർ ഡിസിപ്ലിൻ. യു ought to get into a systematic initiation into the fundamentals of your discipline. These fundamentals include the keywords, phrases, jargons used in one's discipline. അപ്പം നമ്മുടെ അക്കാഡമിക് റൈറ്റിംഗ്, അപ്പോൾ നമ്മളൊരു നിങ്ങളുടെ വിഷയ സംബന്ധമായിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ നിങ്ങൾ രോഗത്തെക്കുറിച്ച് നിങ്ങളൊരു പേപ്പർ എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തെക്കുറിച്ച് അതിൻ്റെ ടെക്നിക്കൽ ടേംസ്, അതിൻ്റെ മെഡിസിനൽ ടേംസ്, ടെർമിനോളജി, ഫ്രേസസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അക്കാഡമിക് റൈറ്റിംഗ് നടത്താൻ പറ്റുള്ളൂ, ആ പേപ്പർ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്?
So that is also very, very necessary in order to understand the language. Now let's get into the next. What is academic writing? അപ്പോൾ ഇത്രയും നിങ്ങൾ എന്താണ് you have got ready for academic writing. Now നിങ്ങൾ academic writing എഴുതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ now what is academic writing? Okay, all writing tasks assigned to students for the purpose of study. It is used as a tool to assess the student's progress in the field of study. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക് റൈറ്റിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ റൈറ്റിംഗ് ടാസ്കും റൈറ്റിംഗ് അസൈൻമെൻറ്റ്സ് ഒക്കെ അക്കാഡമിക് റൈറ്റിങ്ങിൽ പെടാം. നിങ്ങളൊരു ഒരു ടീച്ചർ നിങ്ങളുടെ പാഠം എടുത്തു. ഇപ്പം ഞാനിപ്പോൾ ഈ പാഠം എടുത്തതിന് ശേഷം നിങ്ങളോട് അതിനെക്കുറിച്ച് എഴുതാൻ പറയുന്നു. അത് ഒരു അക്കാഡമിക് റൈറ്റിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. It is a serious and a formal way of writing, not to be paralleled with creative writing. Credibility of source of information is very necessary. അപ്പോൾ ഒരു സീരിയസ് ആണ്, ഫോർമലാണ്, ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ നിർബന്ധമാണ് അക്കാഡമിക് റൈറ്റിങ്ങിൽ. സീരിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it should not have any kind of subjective or kind of creative kind of approach towards writing. ക്രിയേറ്റീവ് റൈറ്റിംഗ് ഈസ് ഡിഫറെൻറ്റ്, റൈറ്റ്? ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ തരും. നിങ്ങളുടെ ക്രിയേഷൻ, നിങ്ങളുടെ ഇമാജിനേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആ കാര്യം അതിനെക്കുറിച്ച് എഴുതാം. അതാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ്. ഇമാജിനേഷൻ വർക്ക് ചെയ്യും, റൈറ്റ്? നേരെ മറിച്ച് ഫോർമൽ റൈറ്റിംഗ് അല്ലെങ്കിൽ അക്കാഡമിക് റൈറ്റിംഗിൽ ഇമാജിനേഷൻ പാടില്ല. കൃത്യം പോലെ എഴുതണം. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് ഫോർമൽ ഓർ അക്കാഡമിക് റൈറ്റിംഗ്. എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വർക്ക്സ് ആസ് എ ഗൈഡിങ് ഫാക്ടർ ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. പല റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതായത് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ദെയർ വൈൽ പെർസ്യൂയിങ് അക്കാഡമിക് റൈറ്റിംഗ്. നിങ്ങൾ മറ്റുള്ളവരുടെ റൈറ്റിംഗ് കടമെടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, മറ്റുള്ളവരുടെ ഐഡിയാസ് കടമെടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഒരു അക്കാഡമിക് റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം. അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ ശേഷം ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ടേബിൾ 1.1 കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റിൽ ആ 1.1 ടേബിളിൽ എന്താണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് റൈറ്റിംഗ്. ഫോർ എക്സാമ്പിൾ ബുക്സ്, ജേർണൽസ്, പിന്നെ പിയർ റിവ്യൂഡ് ജേർണൽസ്, അതൊക്കെ എന്താണ് അക്കാഡമിക് ബുക്സ് ആയിട്ട് അല്ലെങ്കിൽ അക്കാഡമിക് റൈറ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നേരെ മറിച്ച് ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ഫീച്ചേഴ്സ് ഒക്കെ നോൺ അക്കാഡമിക് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. Now, അക്കാഡമിക് റൈറ്റിംഗ് അതിന് വേറെ വ്യത്യസ്തമായിട്ട് പേരും കൂടിയുണ്ട്, സ്കോളർലി റൈറ്റിംഗ്. അപ്പം അക്കാഡമിക് റൈറ്ററിന് എന്താ വിളിക്കുന്നത്? സ്കോളേഴ്സ് എന്ന് വിളിക്കാം, റൈറ്റ്? അക്കാഡമിക് റൈറ്റേഴ്സ് സ്കോളേഴ്സ് എന്നുള്ള ഒരു പേരും കൊടുക്കാം. അക്കാഡമിക് റൈറ്റിങ്ങിന് സ്കോളർലി റൈറ്റിംഗ് എന്നും വിളിക്കാം. വർക്ക്സ് എയ്തർ സബ്മിറ്റഡ് ടു ഇൻസ്ട്രക്ടേഴ്സ് ഓർ പബ്ലിഷ്ഡ് ആസ് സ്കോളർലി ആർട്ടിക്കിൾസ് ഇൻ ജേർണൽസ് ഓർ ഇൻ ബുക്സ് ബൈ ആൻ അക്കാഡമിക് പബ്ലിഷർ, ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി പ്രസ്. അപ്പോൾ ഇവരെഴുതുന്ന റൈറ്റിംഗ് ഒന്നില്ലെങ്കിൽ ഇൻസ്ട്രക്ടേഴ്സിന് കൊടുക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് കൊടുക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കും. എവിടെ? ജേർണൽസിലോ ബുക്സിലോ. ആൻഡ് ദിസ് പബ്ലിഷർ ഷുഡ് ബി ആൻ അക്കാഡമിക് പബ്ലിഷർ, അതായത് യൂണിവേഴ്സിറ്റി പ്രസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്കാഡമിക് തരത്തിലുള്ള പബ്ലിഷർ ആയിരിക്കണം. ഇനി ഒരു ടെർമിനോളജി, നമുക്ക് കുറച്ച് ടെർമിനോളജി പഠിക്കാനുണ്ട്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ്. എന്താണ് ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ്? നമ്മളൊരു പേപ്പർ കൊടുത്തു, റൈറ്റ്? ദ പേപ്പർ ഈസ് സബ്മിറ്റഡ് ഫോർ പബ്ലിക്കേഷൻ. നമ്മളൊരു പുസ്തകത്തിൽ ഞങ്ങളുടെ പേപ്പർ കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോട് ഞങ്ങളൊരു പേപ്പർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പബ്ലിഷർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരാൾക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റിവ്യൂവറിന് റിവ്യൂ ചെയ്യാൻ നമ്മളുടെ പേപ്പർ റിവ്യൂ ചെയ്യാൻ കൊടുക്കും. എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പർ അവരുടെ ബുക്കിൽ പബ്ലിഷ് ചെയ്യാൻ യോഗ്യത ഉണ്ടോ എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യോഗ്യത ഈ പറഞ്ഞിരിക്കുന്ന റിവ്യൂവർ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് കൊടുക്കുന്നത്, right? So the paper when submitted for publication is sent for review to another scholar without mentioning the author details. അപ്പോൾ ഈ സ്കോളറിൻ്റെ അടുത്ത്, ഈ റിവ്യൂവറിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ ഇവിടെ ആരാണ് എഴുതിയത്, എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, അതിൻ്റെ ഓതർ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ് എന്ന് പറയുന്നത്. ആൻഡ് ദ റിവ്യൂവർ ഐഡൻറ്റിറ്റി ഈസ് ഓൾസോ നോട്ട് മെൻഷൻഡ് ഹിയർ. The reviewer reads the paper and he decides whether it is worth publishing or not. And the identity of the reviewer is not revealed to the author also. അപ്പോൾ രണ്ടും റിവീൽ ചെയ്യുന്നില്ല.
Identity of the reviewer as well as the identity of the author is not revealed to the reviewer, and vice versa, right? And we see that the reviewer is the one who is actually deciding whether this paper should be published or not in that particular book. ഇപ്പോൾ പബ്ലിഷർ ഒരു റിവ്യൂവറിന് കൊടുക്കുന്നു, റിവ്യൂവർ അത് അനലൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്തിട്ട് അതിനൊരു റിസൾട്ട് വരുന്നു. അതായത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള ഉത്തരം ആർക്ക് കൊടുക്കുന്നു? പബ്ലിഷറിന് കൊടുക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും ഡീറ്റെയിൽസ് ഹിഡൻ ആയിട്ട് വെക്കുകയുമാണ് ചെയ്യുന്നത് ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ്ങിൽ. ഇസ് എ ക്ലിയർ? അടുത്തത് പ്ലേജറിസം. പ്ലേജറിസം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാകും, റൈറ്റ്? യു മൈറ്റ് ഹാവ് ഹേർഡ് ബിഫോർ. Now, what is plagiarism in academic writing? Plagiarism is an act of stealing others' ideas and works and passing them as one's own. അപ്പം മറ്റുള്ളവരുടെ ഐഡിയാസ്, മറ്റുള്ളവരുടെ വർക്ക്സ് നമ്മളുടെ വർക്കായിട്ട് കണക്ക് കൂട്ടി നമ്മളുടെ വർക്കിൻ്റെ ഉള്ളിൽ ചേർക്കുന്നതാണ് പ്ലേജറിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു സെൻറ്റൻസ്, മറ്റേ ഒരാൾ എഴുതിയിട്ടുള്ള സെൻറ്റൻസ് അത് ഞങ്ങളുടെ വർക്കിലേക്ക് നേരെ പകർത്തിയതാണ്, കോപ്പി പേസ്റ്റ്. ഇപ്പോൾ പൊതുവേ സാധാരണഗതിയിൽ ഗൂഗിൾ ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. വിക്കിപീഡിയ അങ്ങനത്തെ കുറേ ഫ്രീ സെർച്ച് എൻജിൻ, ഫ്രീ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ട്, ഫ്രീ റിസോഴ്സസ് ഉണ്ട്. ഇപ്പോൾ കുട്ടികൾ സാധാരണ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവർ നേരെ ഗൂഗിളിലേക്ക് കയറിയിട്ട് ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ഗൂഗിളിൽ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ കുറേ വെബ്സൈറ്റ്സ് അതിൻ്റെ ഇതിൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ കുട്ടികൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് ആ വെബ്സൈറ്റിൽ നിന്ന് അത് നേരെ കട്ട് കോപ്പി പേസ്റ്റ് എന്നുള്ള രൂപത്തിൽ അസൈൻമെൻ്റ് ആണെങ്കിൽ അസൈൻമെൻറ്റ്, പ്രപ്പോസൽ, പ്രൊജക്റ്റ് ആണെങ്കിൽ പ്രൊജക്റ്റ്, അങ്ങനെ ഏതിലാണെങ്കിലും അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യും. പക്ഷേ ഇത് ഭീകരമായിട്ടുള്ള ഒഫെൻസാണ്. ദിസ് ഈസ് എ സീരിയസ് ഒഫെൻസ് ആൻഡ് യു മൈറ്റ് ബി ഇംപ്രിസൺ ഫോർ ഇറ്റ് ഓൾസോ, റൈറ്റ്? ഇറ്റ് ഈസ് എ വെരി സീരിയസ് ഒഫെൻസ്. യു ഷുഡ് നെവർ ഡു ഇറ്റ് ഇൻ എനി കൈൻഡ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്. ഏത് റിസർച്ച് റൈറ്റിംഗ് ആണെങ്കിലും, ഏത് തരത്തിലുള്ള അക്കാഡമിക് റൈറ്റിംഗ് ആണെങ്കിലും, ഈവൻ റൈറ്റിംഗ് അസൈൻമെൻറ്റ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കട്ട് കോപ്പി പേസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് പ്രൊഹിബിറ്റഡ് ആണ്, റൈറ്റ്? സോ യു നീഡ് ടു ബി റിയലി കെയർഫുൾ ഓൺ ദാറ്റ്. അപ്പോൾ പ്ലേജറിസം ഈസ് സ്റ്റീലിംഗ്. അതായത് നിങ്ങൾ കട്ട് കോപ്പി പേസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നേരെ കട്ടെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കട്ടെടുക്കുന്ന സംഭവം നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല, റൈറ്റ്? കക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്ലേജറിസം എങ്ങനെയാണ് ഒഴിവാക്കുന്നത്? Your and others' idea can be differentiated by using quotation and acknowledging the details of source borrowed. Need to cite it in the works cited column, right? സോ അഥവാ നിങ്ങൾ മറ്റുള്ളവരുടെ ഐഡിയ എടുക്കണം എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അത് എടുത്തതിന് ശേഷം അതെങ്ങനെ എടുക്കണം? നിങ്ങൾ കോട്ട് ചെയ്തെടുക്കണം. അതായത് ഇന്ന വ്യക്തി ഇന്ന വർക്കിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിരിക്കണം, റൈറ്റ്? അതോടൊപ്പം തന്നെ നിങ്ങൾ വർക്ക് സൈറ്റഡിലും അത് മെൻഷൻ ചെയ്യണം. നിങ്ങൾ ഏതൊക്കെ വർക്ക്സ് ആണ് അക്നോളജ് ചെയ്യണം. അതായത് നിങ്ങൾ ഏത് വർക്കിൽ നിന്നാണ്, ആരാണ് എഴുതിയിട്ടുള്ള ആ വർക്ക്, അതിനെ അക്നോളജ് ചെയ്തുകൊണ്ടുള്ള എഴുത്ത് നിങ്ങളെ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടായിരിക്കണം. മെനി യൂണിവേഴ്സിറ്റീസ് ടേക്ക് അപ്പ് ഹോണർ കോഡ്. ഇപ്പം യൂണിവേഴ്സിറ്റീസ്, അപ്പോൾ എസ്പെഷ്യലി യൂണിവേഴ്സിറ്റീസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, right? They before enrolling students for graduate programs in their universities, for academic programs in their universities, they take up a pledge. ഒരു പ്ലെഡ്ജ് അവർ എടുപ്പിക്കും ഈ കുട്ടികളോട്. എൻറോൾ ചെയ്യപ്പെടുന്ന കുട്ടികളോടൊക്കെ ഒരു പ്ലെഡ്ജ് ചെയ്യിപ്പിക്കും. എന്താണ് പ്ലെഡ്ജ്? ദ പ്ലെഡ്ജ് ഇസ് ടേക്കൺ ഫോർ അപ്ഹോൾഡിങ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി ആൻഡ് എത്തിക്സ്. അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയും എത്തിക്സും അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലെഡ്ജാണ്, ഒരു ഓത്താണ് എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇത്രയുമാണ്. സോ ദിസ് ഈസ് ദി ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ് ആസ് സച്ച്. വി വുഡ് ബി ഗോയിങ് ഇൻ ഫോർ ദി നെക്സ്റ്റ് യൂണിറ്റ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. Till then, it's me, Danish, signing off. Have a good day. Learn with Danish.